ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബാബ ഓർ ബാബ കി ഛടി എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, സാത്ത് സാത്ത് ചലത്തെ ഹെ ദോനോ ബാബ ഓർ ബാബ കി ഛടി, ഇസ്സെ ആപ് ക്യാ സമജ്തേ ഹെ എന്നാണ് ചോദിക്കുന്നത്. സമജ്തേ ഹെ എന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാത്ത് സാത്ത് ചലത്തെ ഹെ ദോനോ, രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത്. ആരൊക്കെ? ബാബ ഓർ ബാബ കി ഛടി, ബാബയും അതുപോലെ തന്നെ ബാബയുടെ ഊന്നുവടിയും. ഈ വരികളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഇസ്കാ താത്പര്യ ഹെ കി ബാബ ഓർ ഉൻകി ഛടി ഹമേഷ സാത്ത് ചലത്തെ ഹെ. അപ്പോൾ താത്പര്യ ഹെ എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാബയും ബാബയുടെ ഛടി ഊന്നുവടിയും ഹമേഷ എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. ബാബ ഛടി കെ ബിന ചൽ നഹി സക്തേ ഓർ ഛടി ബി ബാബ കെ ബിന ചൽ നഹി സക്ത എന്നല്ല കേട്ടോ, ചൽ നഹി സക്തി എന്നാണ്. ചൽ നഹി സക്തി എന്താണ്? ഈ ബാബയ്ക്ക് വടിയില്ലാതെ നടക്കാൻ പറ്റില്ല, വടിക്ക് ബാബ ഇല്ലാതെയും നടക്കാനായിട്ട് പറ്റില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, നയാ നയാ ജോ ബോർ ആയാ ഹെ നയേ നയേ പേടോ പർ, ഇസ്കാ ക്യാ താത്പര്യ ഹെ. അപ്പോൾ പുതിയ പുതിയ ബോർ എന്ന് വെച്ചാൽ മാമ്പൂക്കൾ വന്നിട്ടുണ്ട്, നയേ നയേ പേടൂപ്പർ, പുതിയ പുതിയ മരങ്ങളിൽ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ, ഇസ്കാ താത്പര്യ ഹെ കി ബാബ ഛടി കി മദദ് സെ ചൽക്കർ നയേ പേടോ പർ ആയി നയേ ബോർ ദേഖ്തേ ഹെ. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാബ ഛടി കി മദദ് സെ എന്താണ്? ഈ ഊന്നുവടിയുടെ ഹെൽപ്പോട് കൂടി, മദദ് എന്ന് വെച്ചാൽ ഹെൽപ്പ്, സഹായം. അപ്പോൾ ഈ ഊന്നുവടിയുടെ സഹായത്തോട് കൂടിയിട്ട് ചൽക്കർ നടന്നു പോയിട്ട് നയേ പേടോ പർ ആയി പുതിയ മരങ്ങളിൽ വന്നിട്ടുള്ള നയേ ബോർ ദേഖ്തേ ഹെ. ബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പൂക്കൾ. അപ്പം എന്താണ്? പുതിയ മരങ്ങളിൽ പിടിച്ചിട്ടുള്ള പൂക്കളൊക്കെ, മാമ്പൂക്കളൊക്കെ കാണുന്നു, നോക്കുന്നു. അർത്ഥാത് ഛടി കെ സാത്ത് ചൽക്കർ ഹി ബാബ, ബാബ് എന്നല്ല ബാബ, അപ്പനെ ആസ് പാസ് കെ സാരെ ദൃശ്യ ദേഖ്തേ ഹെ. അർത്ഥാത് ഛടി കെ സാത്ത്, അതായത് ഈ ഛടി, ഈ ഊന്നുവടിയോടൊപ്പം, സാത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം, ചൽക്കർ ഹി നടന്നിട്ടാണ്, ബാബ അപ്പനെ ആസ് പാസ് കെ, ബാബ തന്റെ ആസ് പാസ് എന്ന് വെച്ചാൽ ചുറ്റുപാടുമുള്ള, കെ സാരെ ദൃശ്യ ദേഖ്തേ ഹെ, മുഴുവൻ ദൃശ്യങ്ങളും കാണുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബാബ ഓർ ബാബ കി ഛടി ദോനോ മേ സെ കോയി അക്കേല ചൽ നഹി സക്ത ക്യോ. ബാബയും ബാബയുടെ ഊന്നുവടിയും, ഈ രണ്ടുപേരിൽ ഒരാൾക്ക് പോലും അക്കേല, ഒറ്റയ്ക്ക് നടക്കാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. ബാബ ഖുദ് ചൽ നഹി സക്തേ, ഉൻഹെ ചലനെ കെ ലിയെ ആസ്ര ചാഹിയെ. ആസ്ര എന്ന് വെച്ചാൽ സപ്പോർട്ട് അല്ലെങ്കിൽ സഹായം എന്നുള്ളതാണ്. അപ്പോൾ ബാബ ഖുദ്, ബാബയ്ക്ക് സ്വയം എന്താണ്? ചൽ നഹി സക്തേ, നടക്കാനായിട്ട് പറ്റില്ല, ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പറ്റില്ല, ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ. ഉന്നെ ചലനെ കെ ലിയെ ആസ്ര ചാഹിയെ, അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് വേണം നടക്കാനായിട്ട്. അബ് ഉൻകി ജിന്ദഗി മേ വ ഛടി ഹി ഉൻകാ ആസ്ര ഹെ. അപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആ കയ്യിലുള്ള ഊന്നുവടിയാണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഛടി കഹി അക്കേല പടാ രഹേഗ തോ കഹി ചൽ നഹി പായേഗ. അതുപോലെ തന്നെ ആ ഊന്നുവടിയും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും നടക്കാനായിട്ട് പറ്റില്ലല്ലോ. ഉസ്കോ ഭി ചലനെ കെ ലിയെ കിസി കെ ദ്വാര ഉഠായ ജാന ജറൂരി ഹെ. ആ വടിക്കും എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കിസി കെ ദ്വാര ഉഠായ ജാന എന്ന് വെച്ചാൽ ആരാലെങ്കിലും എടുക്കപ്പെടേണ്ടതായിട്ട് വരുന്നു, അത് ആവശ്യമായിട്ട് വരുന്നു. ജറൂരി ഹെ എന്ന് വെച്ചാൽ ആവശ്യമായിട്ട് വരുന്നു. इसलिए बाबा और बाबा की छड़ी दोनों में से कोई अकेला नहीं चल सकता, दोनों एक दूसरे के सहारे चलते हैं. അതുകൊണ്ട് തന്നെ ബാബയും ബാബയുടെ വടിയും, ഈ രണ്ടുപേരിൽ ആർക്കും ഒറ്റയ്ക്കും നടക്കാനായിട്ട് പറ്റില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ് എന്നാണ് പറയുന്നത്. രണ്ടുപേരും പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് സഹാരെ ചലത്തെ ഹെ. ദോനോ ഏക് ദൂസരെ കെ സഹാരെ ചലത്തെ ഹെ എന്ന് വെച്ചാൽ അതാണ്, പരസ്പരം ആശ്രയിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആകെ ബാബ और छड़ी दोनों के आपसी संबंध की सूचना देने वाली पंक्तियां कविता से चुनकर लिखे. അതായത് ബാബയും ഈ ഊന്നുവടിയും തമ്മിലുള്ള ആപ്പസി സംബന്ധം എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ബന്ധം, की सूचना देने वाली, അത് സൂചിപ്പിക്കുന്ന വരികൾ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സാത്ത് സാത്ത് ചലത്തെ ഹെ ദോനോ, രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഈ കവിതയിലെ ഒരുവിധം വരികളൊക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്.
थक जाए तो बाबा अक्सर छड़ी पे माथा टेक के बेंच पे बैठ भी जाता है. അടുത്ത ലൈനും നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. छड़ी ही उठकर कभी कभी बाबा को दिखाती है नया नया जो बोर आया है नए नए पेड़ों पर. അടുത്ത ലൈനും വേണമെങ്കിൽ എഴുതാം. एक कदम जब वो चलती है एक कदम वो चलता है. ഈ പറഞ്ഞ വരികളിലൊക്കെ അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നാണ് കാണിക്കുന്നത്. താഴത്തെ ലൈനായാലും കുഴപ്പമില്ല. दोनों में से कोई अकेला चल नहीं सकता हाथ अगर छूटे तो दोनों गिर पड़ते हैं എന്നുള്ളത്. ഇതിൽ ഏത് വരി വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കാരണം ഈ കവിതയിൽ മുഴുവൻ ഇവർ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന വരികൾ തന്നെയാണുള്ളത്. ये आशय वाली पंक्तियां पहचान कर लिखें. താഴെ തന്നിട്ടുള്ള ആശയം വരുന്ന വരികൾ എടുത്തെഴുതാനാണ് പറയുന്നത്. छड़ी बाबा को गिरने से बचाती है फिर वो उसका हाथ पकड़े बाहर लाती है. ആ സെന്റൻസ് പറയാം. ആ സെന്റൻസ് ആ ലൈൻ പറയാം. थक जाने पर छड़ी बाबा का सहारा बनती है എന്ന് പറയുമ്പോൾ थक जाए तो बाबा अक्सर छड़ी पे माथा टेक के बेंच पे बैठ भी जाता है എന്നുള്ള വരി. നെക്സ്റ്റ് ആയിട്ട് छड़ी और बाबा दोनों एक दूसरे के सहारे ही चल सकते हैं എന്നതിൻ്റെ വരികൾ എന്ന് പറയുന്നത് दोनों में से कोई अकेला चल नहीं सकता हाथ अगर छूटे तो दोनों गिर पड़ते हैं എന്നുള്ളത്. അടുത്തതായിട്ട് ये पंक्तियां पढ़े रेखांकित शब्दों का विश्लेषण करें इन पंक्तियों के वो वह किस किस के लिए प्रयुक्त है. അതായത് താഴെ തന്നിട്ടുള്ള വരികളിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന്റെ പ്രത്യേകത എന്താണ്, ആ സെന്റൻസിൽ വോ അല്ലെങ്കിൽ വഹ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. एक कदम जब वो चलती है एक कदम वो चलता है बाबा और बाबा की छड़ी. ഈ രണ്ട് ലൈൻസിലും വോക്ക് രണ്ടർത്ഥാണ്, രണ്ടാളുകളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വഹ് അല്ലെങ്കിൽ വോ എന്നുള്ള വാക്ക് നമ്മൾ എന്താ അവൻ, അവൾ, അത്, ആ എന്നൊക്കെ ഉള്ളതിലാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പം ഇവിടെ ആദ്യത്തെ ലൈനിൽ വോ ചൽത്തി ഹെ എന്ന് പറഞ്ഞാൽ അവിടെ വോ എന്ന് പറയുന്നത് ബാബയുടെ ഛടീനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വോ ചൽത്താ ഹെ എന്ന് എഴുതുന്ന സ്ഥലത്ത് ബാബേനെയാണ് വോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൽത്തി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ത്രീലിംഗം വരുന്ന വാക്കിന്റെ ഒപ്പമാണ്. അപ്പൊ ഛടി എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ചൽത്തി ഹെ എന്ന് എഴുതിയിരിക്കുന്നത്. ബാബ പുരുഷനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒപ്പം ചൽത്താ ഹെ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിലെ പ്രൊനൗൺ പോലെ തന്നെയാണ് ഹിന്ദിയിലെ സർവനാം എന്ന് പറയുന്നത്. ആ സർവനാമിൽ വരുന്നതാണ് യഹ് വഹ് ഒക്കെ. ഓക്കെ, അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് वो वह के बदले बाबा और बाबा की छड़ी में से उचित शब्द जोड़कर पंक्तियों का पुनर्लेखन करे. അതായത് വോ എന്നുള്ള വാക്ക് ഈ ലൈനിൽ നിന്ന് മാറ്റിയിട്ട് ബാബ അല്ലെങ്കിൽ ബാബ കി ഛടി എന്നുള്ളത് ചേർത്തിട്ട് സെന്റൻസ് വീണ്ടും എഴുതാനാണ് പറയുന്നത്. റീറൈറ്റ് ചെയ്യാനാണ് പറയുന്നത് സെന്റൻസ്. അപ്പോൾ ഏക് കദം ജബ് വോ ചൽത്തി ഹെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ വോക്ക് പകരം ഏക് കദം ജബ് ബാബ കി ഛടി ചൽത്തി ഹെ എന്ന് എഴുതണം. ഏക് കദം വോ ചൽത്താ ഹെ എന്നുള്ള സ്ഥലത്ത് വോക്ക് പകരം ഏക് കദം ബാബ ചൽത്താ ഹെ എന്ന് എഴുതണം. ബാബ അല്ലെങ്കിൽ ബാബ കി ഛടി എന്നുള്ള വാക്കുകൾ കൊണ്ട് ഈ ലൈനിലത്തെ വോയിനെ റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വോക്ക് പകരം ആ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ ബാബ എന്നായിരിക്കും അല്ലെങ്കിൽ ബാബ കി ഛടി എന്നായിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പങ്ക്തിയാ പടേ സൂചന കെ അനുസാർ ലിഖേ. അപ്പൊ താഴെയുള്ള വരികൾ വായിക്കുക, അവിടെ തന്നിട്ടുള്ള സൂചന അനുസരിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. പെഹലെ വോ കെഹത്താ ഹെ ചൽ ചൽ ബാഹർ ചൽത്തെ ഹെ. അപ്പോ പെഹലി പങ്ക്തി കാ വോ കിസ്കെ ലിയെ പ്രയുക്ത് കിയാ ഗയാ ഹെ. ആദ്യത്തെ വരിയിലെ വോ എന്നുള്ളത് ആർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സർവനാമാണെന്നാണ് ചോദിക്കുന്നത്. പെഹലെ വോ കെഹത്ത, നോക്ക് കെഹത്ത എന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാരായിരിക്കും? ബാബയാണ്. ബാബേനെയാണ് വോ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. अंतिम पंक्ति का वो किसके लिए प्रयुक्त किया गया है फिर वो उसका हाथ पकड़ के बाहर लाती है. അപ്പോൾ ഇവിടെ ലാത്തി ഹെ എന്നാണ്. അതുകൊണ്ട് തന്നെ
എന്താണ്, അത് ഛടിയാണ്. ലാസ്റ്റ് ലൈനിൽ ഉപയോഗിച്ചിട്ടുള്ള വോ എന്ന് പറയുന്നത് ഛടീനെ ഉദ്ദേശിച്ചിട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് കവിത കി ഛടി കിൻ കിൻ കെ പ്രതീക് ഹോ സക്തേ ഹെ ചർച്ചാ കരേ. കവിതയിൽ ഛടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടായിരിക്കാം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. കവിത മേ ഛടി കേവൽ एक लकड़ी की छड़ी नहीं है बल्कि यह कई बातों का प्रतीक है. കവിതയിലെ ഛടി എന്ന് പറയുന്നത് വെറും ലക്കടി കി ഛടി എന്ന് വെച്ചാൽ മരത്തിന്റെ ഒരു വടി മാത്രമല്ല, ബൽക്കി യ കൈ ബാത്തോ കാ പ്രതീക് ഹെ. പക്ഷെ ഇത് എന്താണ്, പല പല കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് ഈ ഛടി എന്ന് പറയുന്നത്. ബുസുർഗോ കെ ലിയെ സഹാരെ കാ പ്രതീക്, അതായത് ബുസുർഗ് എന്ന് വെച്ചാൽ പ്രായം ചെന്നവര്, അവർക്ക് കിട്ടുന്ന അവരുടെ ഒരു ആശ്രയത്തിന്റെ പ്രതീകമാണ് സഹാര എന്ന് വെച്ചാൽ ആശ്രയം. ജീവൻ കെ കഠിൻ സമയമേ സഹാര ദേനെ വാലെ വ്യക്തി യ വസ്തു കാ പ്രതീക്, ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പ്രതീകമാണ്. ആത്മനിർഭരത और निर्भरता के बीच के संबंध का प्रतीक. ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വയം പര്യാപ്തത. അതും അതുപോലെ തന്നെ നിർഭരത എന്ന് വെച്ചാൽ വേറൊരാളിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, മറ്റൊരാളെ ആശ്രയിക്കുക. അപ്പം അത് രണ്ടും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ് ബാബയുടെ ഛടി എന്ന് പറയുന്നത്. ജീവൻ കെ സാഥി യാ സഹയോഗി കാ പ്രതീക്. അപ്പോൾ ഇവിടെ ജീവൻ കെ സാഥി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുള്ള ഒരാള് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ജീവൻ സാത്തി എന്ന് നമ്മൾ പറയുക പാർട്ട്ണറിനെയാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ബന്ധങ്ങളിലാണ് ജീവൻ സാത്തി എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ ജീവൻ കെ സാത്തി എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉടനീളം നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലുമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ബാബ കി ഛടി കവിത കി ആസ്വാദൻ ടിപ്പണി ലിഖേ. ബാബ ഓർ ബാബ കി ഛടി എന്നുള്ള കവിതയുടെ ആസ്വാദൻ ടിപ്പണി, ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. എന്നിട്ട് അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്നി ആസ്വാദൻ ടിപ്പണി മേ കവി ഓർ കവിത കാ പരിചയ, കവിനെ കുറിച്ചും കവിതയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടോ. കവിത കാ സാമാന്യ ആശയം, കവിതയുടെ ആശയം. വിശേഷ പങ്ക്തിയോ കാ ഉല്ലേഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത ഉള്ള വരികളെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടോ. ശബ്ദ ഓർ പ്രയോഗോ കാ വിശ്ലേഷൺ, കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങളെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്ന ദൃഷ്ടികോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്. അപ്പോൾ ആസ്വാദൻ ടിപ്പണി നോക്കാം. ബാബ കാ സഹാര ഉൻകി ഛടി. അപ്പോൾ ആസ്വാദന ടിപ്പണിക്കും എപ്പോഴും ഒരു ഹെഡിങ് കൊടുക്കണം നല്ലതാണ്. ബാബ കാ സഹാര എന്ന് വെച്ചാൽ ബാബയുടെ ആശ്രയം അല്ലെങ്കിൽ സപ്പോർട്ട്. ഉൻകി ഛടി അദ്ദേഹത്തിന്റെ ഊന്നുവടി. बाबा और बाबा की छड़ी नामक कविता गुलजार नाम से प्रसिद्ध श्री संपूर्ण सिंह द्वारा लिखा गया है. അപ്പോൾ ബാബ ഓർ ബാബ കി ഛടി നാമക് എന്ന് പറഞ്ഞാൽ പേരിലുള്ള കവിത ഗുൽസാർ നാം സെ പ്രസിദ്ധ, ഗുൽസാർ എന്ന പെൻ നെയിമിൽ പ്രസിദ്ധനായിട്ടുള്ള ശ്രീ സമ്പൂർണ്ണ സിംഗ് ദ്വാര ലിഖാ ഗയാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയതാണ്, അദ്ദേഹം രചിച്ചതാണ്. ജാനം ഏക് ബൂന്ദ് ചാന്ദ് ആദി ഉൻകി പ്രമുഖ രചനായേ ഹെ. പിന്നെ അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ വേറെ കൃതികളുടെ പേരും കൂടി കൊടുക്കുക ആസ്വാദൻ ടിപ്പണി എഴുതുന്ന സമയത്ത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിൽ എളുപ്പമായിട്ട് തോന്നിയ 2 കൃതിയുടെ പേരാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആണ് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ 2 പഠിച്ചു വെക്കുക. ഇസ് കവിത മേ കവി ने एक बाबा और उनकी छड़ी की दोस्ती के बारे में बताया है. ഈ ഒരു കവിതയിൽ ഒരു ബാബയും ആ ബാബയുടെ ഊന്നുവടിയും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ചാണ് കവി നമ്മളോട് പറയുന്നത്. ബാബ और उनकी छड़ी हमेशा साथ रहते हैं, चल बाहर चलते हैं कहकर बाबा बिस्तर पर पड़ी हुई छड़ी को उठा लेते हैं और उसका हाथ पकड़कर बाहर चले जाते हैं. അങ്ങനെ ബാബയും ഈ വടിയും എപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത്. ബാബ ഈ ഛടിയുടെ അടുത്ത് പറയും ചൽ ബാഹർ ചലത്തെ ഹെ, വരൂ പുറത്തു പോകാമെന്ന്. कहकर बाबा बिस्तर पर पड़ी हुई छड़ी को उठा लेते हैं. ഇത്രയും പറഞ്ഞിട്ട് ആ കിടക്കയിൽ കിടക്കുന്ന ആ വടിയെ ബാബ ഉഠാ ലേത്തെ ഹെ, എടുക്കുന്നു. और उसका हाथ पकड़कर, എന്നിട്ട് അതിന്റെ കൈ പിടിച്ചുകൊണ്ട് ബാഹർ ചലേ ജാത്തെ ഹെ, പുറത്തോട്ട് നടന്നു പോകുന്നു. गली का कोई कुत्ता अगर भौंके तो छड़ी उसे भगा देती है और दोनों बाग तक जाते हैं. എന്നിട്ട് അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഗലീക കുത്ത, അവിടുത്തെ സ്ട്രീറ്റിലുള്ള ഏതെങ്കിലും നായ്ക്കള് ഈ വൃദ്ധനെ കണ്ടിട്ട് കുരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭോഗ്ന
എന്ന് വെച്ചാൽ കുരയ്ക്കുക. അപ്പോൾ അങ്ങനെ കുരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഈ ഛടി അവരെ ഭഗാ ദേത്തി ഹെ, ഓടിച്ചു വിടും. ഓർ ദോനോ ബാഗ് തക് ജാത്തെ ഹെ, അവർ രണ്ടുപേരും പൂന്തോട്ടം അല്ലെങ്കിൽ തോട്ടം വരെ പോവും. അഗർ ചലത്തെ ചലത്തെ ബാബ തക് ജാത്തെ ഹെ തോ ഛടി പർ അപ്നാ മാഥ ടേക്ക് കർ ബാറ്റ് ജാത്തെ ഹെ. അങ്ങനെ നടന്നിട്ട് ബാബ തക് ജാത്തെ ഹെ, ബാബ ക്ഷീണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഛടിയിൽ അപ്നാ മാഥ ടേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ നെറ്റി ഇങ്ങനെ വെക്കും ആ പിടിയുടെ ഭാഗത്തായിട്ട്, എന്നിട്ട് അവിടെ ഇരിക്കും. ഛടി ഹി ഉൻഹെ നയെ പേടോ പർ ആയെ നയെ നയെ ബോർ ബി ദിഖാത്തി ഹെ. ഛടി തന്നെയാണ് പുതിയ മരങ്ങളിൽ വന്നിട്ടുള്ള പുതിയ മാമ്പൂക്കൾ അല്ലെങ്കിൽ പൂമൊട്ടുകൾ അതൊക്കെ കാണിക്കുന്നത്. ബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മാമ്പൂ എന്നാണ്, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ കാഴ്ചകൾ കാണിക്കുന്നത് എന്നും കൂടി ആയിരിക്കാം. ഏക് ജവാൻ ഹെ ഓർ ഏക് ബൂഢ ഹെ. एक कदम जब छड़ी आगे बढ़ती है तब एक कदम बाबा भी आगे बढ़ते हैं. അതിൽ ഒരാൾ എന്താണ് ജവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ആയിട്ടുള്ള ഒരാളാണ്, ചെറുപ്പാണ്. അതുപോലെ തന്നെ ഒരാൾ ബൂഢ ഹെ എന്ന് വെച്ചാൽ പ്രായം ചെന്ന ആളാണ്. ഏക് കദം ജബ് ഛടി ആകെ ബഡ്തി ഹെ, ഒരടി ഈ വടി മുന്നോട്ട് വെക്കുമ്പോൾ ഏക് കദം ബാബ ബി ആകെ ബഡ്ത്തെ ഹെ, ബാബയും ഒരടി മുന്നോട്ട് വെക്കുകയാണ്. ദോനോ മേ സെ കോയി ബി അക്കേല ചൽ നഹീ സക്ത, ഗൽത്തി സെ ഹാത്ത് ചൂട്ട് ഗയാ തോ ദോനോ ഗിർ പടേങ്കെ. അങ്ങനെ രണ്ടുപേരിൽ ഒരാൾക്ക് പോലും ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പറ്റില്ല. മിസ്റ്റേക്ക് കാരണം, ഗൽത്തി എന്ന് വെച്ചാൽ എന്താണ്, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുക, ഒരു മിസ്റ്റേക്ക് കാരണം ഹാത്ത് ചൂട്ട് ഗയാ തോ, കൈ വിട്ടുപോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ദോനോ ഗിർ പടേങ്കെ, രണ്ടുപേരും താഴെ വീഴും. ഇസ് കവിത മേ ഏക് ബൂഢെ ബാബ കെ ജീവൻ മേ ഉൻകി ഛടി കാ മഹത്വ ദിഖായ ഗയാ ഹെ. ഈ ഒരു കവിതയിൽ ഒരു പ്രായം ചെന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഊന്നുവടിയുടെ മഹത്വമാണ് കാണിക്കുന്നത്. ബാബ ആത്മനിർഭർ है क्योंकि वे किसी भी व्यक्ति की सहायता के बिना जीते हैं परंतु वे अपनी छड़ी पर निर्भर है चलने के लिए. അപ്പോൾ ഈ കവിതയിൽ കാണിക്കുന്ന ബാബ ആത്മനിർഭർ എന്ന് വെച്ചാൽ സ്വയം പര്യാപ്തനാണ്. ക്യോങ്കി എന്തെന്ന് വെച്ചാൽ വേ കിസി ബി വ്യക്തി കി സഹായത കെ ബിന ജീത്തെ ഹെ, അദ്ദേഹം മറ്റൊരു വ്യക്തിയുടെ സഹായത എന്ന് വെച്ചാൽ സഹായം ഇല്ലാതെ തന്നെയാണ് ജീവിക്കുന്നത്. പരന്തു വേ അപ്നി ഛടി പർ നിർഭർ ഹെ, പക്ഷെ അദ്ദേഹത്തിന്റെ ഛടിയെ നിർഭർ ഹെ എന്ന് വെച്ചാൽ ഛടിയെ ആശ്രയിക്കുന്നു. ചലനെ കെ ലിയെ, നടക്കാനായിട്ട്. ഛടി ബാബ കെ ലിയെ ബുഡാപ്പെ കാ സാത്തി ബൻ ഗയാ ഹെ. ഛടി ബാബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിന്റെ കൂട്ടുകാരനായിട്ട് മാറിയിരിക്കുകയാണ്, വാർദ്ധക്യത്തിലെ കൂട്ടുകാരനായിട്ട്. ഇസ് കവിത में इस आत्मनिर्भरता और निर्भरता के बीच के संबंध को बहुत खूबी से दिखाया गया है. ഈ ഒരു കവിതയിൽ ഈ സ്വയം പര്യാപ്തനായ ബാബ, പക്ഷെ ആ ഛടിയുടെ മുകളിൽ ആശ്രയിക്കുന്ന ബാബ. അപ്പോൾ ഈ ആത്മനിർഭരതയും അതുപോലെ തന്നെ നിർഭരതയും തമ്മിലുള്ള ബന്ധം ബഹുത് ഖൂബി സെ ദിഖായ ഗയാ ഹെ എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ബുസുർഗോ കെ കല്യാൺ കെ ലിയെ സർക്കാർ കई योजनाएं चलाती है इन योजनाओं की സൂചി തയ്യാർ കരെ. അതായത് ബുസുർഗോ കെ കല്യാൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായം ചെന്ന ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, കല്യാണം എന്ന് വെച്ചാൽ വെൽഫെയർ അല്ലെങ്കിൽ ക്ഷേമം, അതിനു വേണ്ടിയിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നു, ഒരുപാട് യോജനകൾ നടത്തുന്നുണ്ട്. യോജന എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കേട്ടോ. ഇനി യോജനാവും കി സൂചി തയ്യാർ കരെ, അങ്ങനെയുള്ള കുറച്ച് പദ്ധതികൾ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുറച്ചെണ്ണം 4-5 കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ അടൽ പെൻഷൻ യോജന ഉണ്ട്. അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് ശേഷം പെൻഷൻ കിട്ടുന്ന സ്കീമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ രാഷ്ട്രീയ വൃദ്ധജൻ പോഷൺ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്നും കൂടി ഇതിനെ പറയും. അപ്പോൾ ഗരീബി രേഖ സെ നീച്ചെ രഹനെ വാലെ 60 വർഷ യാ ഉസ്സെ അധിക് ആയു കെ ലോഗോं को പെൻഷൻ സഹായത. അതിൽ ഗരീബി രേഖ എന്ന് വെച്ചാൽ പോവർട്ടി ലൈൻ, ഈ റേഷൻ കാർഡൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ഒരു വേറെ കാറ്റഗറി, മുകളിലുള്ള ഒരു വേറെ കാറ്റഗറി ഒക്കെയാണ്. അപ്പം അതിൽ പോവർട്ടി ലൈനിന്റെ താഴെയുള്ള ആളുകൾ, അതിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന സ്കീമാണത്. മൂന്നാമത്തെ വരിഷ്ഠ നാഗരിക് കല്യാൺ കോഷ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ബുസുർഗോ കി ജറൂറത്തോ ജैसे സ്വാസ്ഥ്യ പോഷൺ ദേഖ്ഭാൽ ഇത്യാദി കെ ലിയെ വിത്തീയ സഹായത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുസുർഗോ കി ജറൂറത്തെ, അതായത് വൃദ്ധരുടെ
ആവശ്യങ്ങൾ, ജാസെ എങ്ങനത്തെയൊക്കെ ആവശ്യങ്ങളാണ്. സ്വാസ്ഥ്യം എന്ന് വെച്ചാൽ ഹെൽത്ത് സംബന്ധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പോഷൻ, അവർക്ക് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളും, ഭക്ഷണം റിലേറ്റ് ചെയ്തിട്ട്. ദേഖ്ഭാൽ എന്ന് വെച്ചാൽ അവരെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സഹായം കൊടുക്കാനുള്ള സ്കീമാണ് അത്. നാലാമത്തേന്ന് വെച്ചാൽ വരിഷ്ഠ നാഗരികോ കെ ലിയെ റെയിൽ യാത്രാമേ റിയായത്ത് എന്ന് വെച്ചാൽ പ്രായം ചെന്ന ആൾക്കാർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പൈസയിൽ കുറവ് കൊടുക്കും. ട്രെയിൻ ടിക്കറ്റിൻ്റെ പൈസ കുറവായിരിക്കും. പുരുഷോക്കോ 40% और महिलाओं को 50% കിറായെ മേ ഛൂട്ട്. അതായത് ഈ റെയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർക്ക് 40%, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 50% ആ ടിക്കറ്റ് ഫെയറിൻ്റെ കുറച്ചു കൊടുക്കും. പിന്നെ അഞ്ചാമത്തെ രാഷ്ട്രീയ വൃദ്ധജൻ നീതി, നാഷണൽ പോളിസി ഓൺ ഓൾഡർ പേഴ്സൺസ് എന്ന് പറയുന്നത് ബുസുർഗോं की देखभाल सम्मान और सामाजिक सुरक्षा सुनिश्चित करने के लिए, പ്രായം ചെന്ന ആളുകളെ നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരെ ആദരവോടെ വെക്കാനും അതുപോലെ അവർക്ക് സൊസൈറ്റിയിൽ അവർ സേഫാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും ഓക്കെ അതിനു വേണ്ടിയിട്ടുള്ള പോളിസീസാണ് अदक्के। विशेष दिवस, अगस्त और सितंबर महीनों के विशेष दिवसों को पहचाने, कम से कम 5 विशेष दिवसों को सूचीबद्ध करें. അതായത് സെപ്റ്റംബറിലും അതുപോലെ തന്നെ ഓഗസ്റ്റിലും ഉള്ള വിശേഷ ദിവസം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 5 എണ്ണം ലിസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റിൽ 15th ഓഗസ്റ്റ് വരുന്നുണ്ട്, സ്വതന്ത്രത ദിവസമാണ്, ഇൻഡിപെൻഡൻസ് ഡേ. 20th ഓഗസ്റ്റ് രാജീവ് ഗാന്ധി ജന്മ ദിവസ് और സദ്ഭാവന ദിവസ് എന്ന് പറയുന്നത്. അതുപോലെ 29th ഓഗസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ ഖേൽ ദിവസ്, ഹോക്കി ഖിലാടി ധ്യാൻചന്ദ് കി സ്മൃതി മേ. അത് ഹോക്കി പ്ലെയർ ആയിട്ടുള്ള ധ്യാൻചന്ദ് ജിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത്. പിന്നെ 5th സെപ്റ്റംബർ ശിക്ഷക് ദിവസ്, ടീച്ചേഴ്സ് ഡേ ആണ്. 14th സെപ്റ്റംബർ ഹിന്ദി ദിവസമാണ്. 27th സെപ്റ്റംബർ വിശ്വ പര്യടൻ ദിവസമാണ്. ഓക്കെ, ഇതിൽ ഒരു 5 എണ്ണം നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഈ 20th 29th നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എളുപ്പമുള്ളത് നോക്കിയിട്ട് എഴുതുക കേട്ടോ. ഇതൊന്നും അങ്ങനെ എക്സാമിന് ചോദിക്കുന്ന പോലത്തെ കാര്യങ്ങളല്ല, ഇതൊക്കെ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അനുബദ്ധ കാര്യം എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആണ്, അല്ലാണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല ഈ ബ്ലൂവിൽ കൊടുത്തിട്ടുള്ളത്. എന്നാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ദിവസങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.